പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഒരു നിർണായക വഴിത്തിരിവ് പ്രതീക്ഷിച്ചുകൊണ്ട് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ അന്തിമമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കിയിരുന്ന ഈ സുപ്രധാന പ്രഖ്യാപനത്തിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ നടത്തിയ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ ഈ പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടായത്. ഈ സമയക്രമം തന്നെ നിരവധി സംശയങ്ങളും ഊഹാപോഹങ്ങളും വഴിവെച്ചിട്ടുണ്ട്. താൻ പ്രഖ്യാപിക്കുന്ന സമാധാന കരാർ ഗാസയിലെ ബന്ദികളെ തിരികെ കൊണ്ടുവരാനും നിലവിലെ യുദ്ധം അവസാനിപ്പിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് ട്രംപ് സൂചിപ്പിച്ചു. ഞങ്ങൾ ഒരു കരാറിനോട് വളരെ അടുത്താണ്, അത് പൂർത്തിയായതുപോലെ തോന്നുന്നു എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ പുതിയൊരു പ്രതീക്ഷയ്ക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് മുന്നോടിയായി അദ്ദേഹത്തിന്റെ മീഡിയൻ ഈസ്റ്റ് പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫ് UNGAയിൽ വെളിപ്പെടുത്തിയത് ട്രംപും മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരും ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ അറബ് ഇസ്ലാമിക് നേതാക്കളുമായി ഒരു 21 പോയിന്റ് സമാധാന പദ്ധതി ചർച്ച ചെയ്തിരുന്നു എന്നാണ്. മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രധാന ആവശ്യങ്ങൾ ഇവയാണ്: ഗാസയിലെ രക്തച്ചൊരിച്ചിൽ പൂർണ്ണമായി അവസാനിപ്പിക്കുക, ഹമാസിന്റെ കൈവശമുള്ള എല്ലാ ബന്ദികളെയും ഉടൻ മോചിപ്പിക്കുക, ഗാസയിൽ ഹമാസ് രഹിതമായ ഒരു പുതിയ ഭരണകൂടം സ്ഥാപിക്കുക, ഘട്ടം ഘട്ടമായി ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുക എന്നതാണ്.